വെൽക്കം ടു CSEB ആസ്പിറൻസ്. എന്നാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് ഒരു MCQ പോലെ ചെയ്തിരുന്നു അല്ലേ, ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024. അതേക്കുറിച്ച് ഒരു 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ബില്ല് 2024 ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 19 പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സ് ആണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ അമെൻമെൻറ്റ്സും ഏതൊക്കെ ഏരിയാസിലാണ് അമെൻമെൻറ്റ്സ് വന്നിട്ടുള്ളത്, എന്നാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ്സ് ബിൽ 2024 കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ദ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024. അപ്പോൾ എന്നാണ് ലോക്സഭ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നോക്കണം, പാസ്സാക്കിയ ഒരു ഡേറ്റ് നോക്കണം, രാജ്യസഭയിൽ പാസ്സാക്കിയ ഡേറ്റ് നോക്കണം കേട്ടോ. ദ ബാങ്കിങ് ലോസ് അമെൻമെൻറ്റ് ബിൽ 2024 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ഓൺ August 9, 2024. പാസ്ഡ് ഇൻ എന്ന December 3, 2024, പാസ്ഡ് ഇൻ രാജ്യസഭ March 26, 2025. അപ്പോൾ കഴിഞ്ഞ ഒരു March 26, 2025 രാജ്യസഭയിൽ പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. ബാങ്കിങ് ലോസ് ബിൽസ് 2024 ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോക്സഭയിൽ എന്നായിരുന്നു? August 9, 2024. December 3, 2024 പാസ്സാക്കി. രാജ്യസഭയിൽ പാസ്സാക്കുന്നതാണ് March 26, 2025 കേട്ടോ. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കാര്യം, ടോട്ടൽ 19 അമെൻമെൻറ്റുകളാണ് ഈ ഒരു അമെൻമെൻറ്റ് ബിൽ 2024 അവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമല്ല, RBI ആക്ടിൽ മാത്രമല്ല ഭേദഗതി വന്നിട്ടുള്ളത്, BR ആക്ടിൽ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955 2 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. BR ആക്ടിൽ 12 അമെൻമെൻറ്റുകളാണ് വന്നിട്ടുള്ളത്. RBIയിൽ ഒരു അമെൻമെൻറ്റാണ് വന്നിട്ടുള്ളത്. ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ, അതായത് 1970 അതിൽ 2 അമെൻമെൻറ്റും 1980 2 അമെൻമെൻറ്റും, അങ്ങനെയാണ് മൊത്തം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര അമെൻമെൻറ്റ് വന്നു എന്നൊന്നും ചോദിക്കില്ല, മൊത്തത്തിൽ എത്ര അമെൻമെൻറ്റ് വന്നു എന്ന് വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാം. ടോട്ടൽ 19 അമെൻമെൻറ്റുകളാണ് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. RBI ആക്ടിൽ എത്ര അമെൻമെൻറ്റ് വന്നു എന്ന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ BR ആക്ടിൽ എത്ര അമെൻമെൻറ്റ് വന്നു ഓർത്തിരിക്കാം. BR ആക്ടിൽ 12 വന്നു എന്നും RBI ആക്ടിൽ ഒരു അമെൻമെൻറ്റാണ് വന്നിട്ടുള്ളതെന്നും ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നിർമ്മല സീതാരാമൻ പ്രസൻറ്റ് ചെയ്യണം, ഫിനാൻസ് മിനിസ്റ്റർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിങ് ലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ട്രെങ്ത് ദ ബാങ്ക് ഗവേണൻസ് എന്നാണ്. പ്രൊവൈഡ് കൺസിസ്റ്റൻസി, എന്തിനാണിത് കൊണ്ടുവന്നത്, ഇതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത് കേട്ടോ. പ്രൊവൈഡ് കൺസിസ്റ്റൻസി ഇൻ റിപ്പോർട്ടിംഗ് ബൈ ബാങ്ക്സ് ടു ദ RBI, എൻഷുർ ബെറ്റർ പ്രൊട്ടക്ഷൻ, ഡെപ്പോസിറ്റ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ ബെറ്റർ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ബാങ്കിൻ്റെ ഗവേണൻസ് ഒന്നും കൂടി ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി വേണം, ആർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, RBIക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലേ. ഓഡിറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ ഇമ്പ്രൂവ് ചെയ്യണം ഓഡിറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻക്രീസ് ദ ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ടെന്യൂർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചെയർപേഴ്സൺ അല്ല, ഫുൾ ടൈം ഡയറക്ടേഴ്സ്. ഇനി കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കാര്യത്തിനാണ് പറഞ്ഞത് കേട്ടോ. അത് വന്നിട്ടുള്ളത് കോപ്പറേറ്റീവ് ബാങ്ക്സിനാണ്, നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഹെഡുകളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഏത് ഭാഗത്ത് അമെൻമെൻറ്റ് വന്നു എന്നല്ല, ഈ ഹെഡിലൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹെഡിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, ഏത് ഭാഗത്താണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ഫോർട്ട് നൈറ്റ് ഫോർ ക്യാഷ് റിസർവ്. ക്യാഷ് റിസർവിൻ്റെ ഒരു ഇതാണ്, ഫോർട്ട് നൈറ്റ്ലിയാണ് ഇത് റിസർവുകൾ എന്ത് ചെയ്യുക, ബാങ്കുകൾ ആർക്ക് കൊടുക്കുക, RBIയിലേക്ക് മാറ്റിവെക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്ത് മാറ്റം വന്നിട്ടുണ്ട്, എന്താ നോക്കാം. അണ്ടർ ദ RBI ആക്ട്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ് എന്ത്, എ സർട്ടൻ ലെവൽ ഓഫ് ആവറേജ് ഡെയിലി ബാലൻസ് വിത്ത് ദ RBI ആസ് ക്യാഷ് റിസർവ്സ്. എന്താ സംഭവം? Under the RBI Act, scheduled banks must maintain a certain level of average daily balance with the RBI as cash reserve. This average daily balance കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈസ് ബേസ്ഡ് ഓൺ ദ ആവറേജ് ഓഫ് ദ ബാലൻസസ് ഹെൽഡ് ബൈ ബാങ്ക്സ് അറ്റ് ദ ക്ലോസിംഗ് ഓഫ് ബിസിനസ് ഓഫ് ഈച്ച് ഡേ ഓഫ് എ ഫോർട്ട് നൈറ്റ്. ഓക്കെ, അതാണ് ഒരു കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു
ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് ഫോർട്ട്നൈറ്റ്? എ ഫോർട്ട്നൈറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പീരിയഡ് ഫ്രം സാറ്റർഡേ ടു സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ ഇൻക്ലൂഡിങ് ബോത്ത് ഡേയ്സ്, 2 ഡേയ്സും ഉൾപ്പെടെ അല്ലേ. അതായത് സാറ്റർഡേ തൊട്ട് ശനി തൊട്ടിട്ട് പിന്നെ സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ വരെ ഉള്ള ഒരു പീരിയഡിനെയാണ് എന്ത് പറയണത്? ഫോർട്ട്നൈറ്റ് എന്ന് പറയണത്. നമുക്കറിയാം ഫോർട്ട്നൈറ്റ്ലി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു 15 ഡേയ്സ് ആ ഒരു റേഞ്ചിൽ കേട്ടോ. അപ്പോൾ അതിനെയാണ് പറയണത്. ഇനി അതാണ് ആ ഒരു സമയത്താണ് ഇവരെന്ത് ചെയ്യുക, ഈ ഡെയിലി ബാലൻസ് ആവറേജിൻ്റെ ബാലൻസ് ഹെൽഡ് ചെയ്യുന്നത് ക്ലോസിങ് ബിസിനസ്സിൻ്റെ ഈച്ച് ഡേ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഫോർട്ട്നൈറ്റ് ആയിട്ടാണ് അവർ ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്? RBIക്ക്. ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞ ഈ ഡേറ്റ് മൊത്തം മാറിയിട്ടാ. ഈ ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് എന്തായിരുന്നു? ദ പീരിയഡ് ഫ്രം സാറ്റർഡേ ടു ദ സെക്കൻഡ് ഫോളോയിങ് ഫ്രൈഡേ ആയിരുന്നു അല്ലെ, ഇൻക്ലൂഡിങ് ബോത്ത് ഡേയ്സ്. അതായത് ആ ഒരു സാറ്റർഡേയും ഫ്രൈഡേയും ഉൾപ്പെടെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബില്ല് ചേഞ്ച് ചെയ്തത് ഡെഫിനിഷനിലാണ് മാറ്റം വന്നിട്ട്. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞ ആ പീരിയഡിന് മാറ്റം വന്നു. ഇപ്പോഴത്തെ ഫസ്റ്റ് ഡേ ടു 15 ഡേ ഓഫ് ഈച്ച് മന്ത് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അതായത് ഫസ്റ്റ് ഡേ 1ാമത്തെ ദിവസം തൊട്ടിട്ട് 15ാമത്തെ ദിവസം ഓരോ മാസം, അതാത് മാസത്തിലെ ഈച്ച് മന്ത് ഓരോ മാസത്തും. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? 16ാമത്തെ ദിവസം 16th ഡേ ടു ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് അങ്ങനെ എടുക്കാം. മറ്റതൊരു സാറ്റർഡേയുടെ കണക്കാണ് പറഞ്ഞിരുന്നത് അല്ലേ, ഇതല്ല. ഇപ്പം പറയണത് 1 മുതൽ 15 വരെ എടുക്കുക, 16 തൊട്ടിട്ട് 30 ആണെങ്കിൽ 30 എടുക്കുക, 31 ആണെങ്കിൽ അങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ടു 15 ഡേ ഓഫ് ഈച്ച് മന്ത് അല്ലെങ്കിൽ 16th ഡേ ടു ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഈച്ച് മന്ത് അങ്ങനെ എടുക്കാം. അതാണ് ഇപ്പോഴത്തെ ഫോർട്ട്നൈറ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഓൾസോ ചേഞ്ചസ് ദിസ് ഡെഫിനിഷൻ അണ്ടർ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും ഈ ഒരു ഡെഫിനിഷന് മാറ്റം വന്നു കേട്ടോ. വേർ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എവിടെയും മാറ്റം വന്നിട്ടുണ്ട്. BR ആക്ടിലും മാറ്റം വന്നിട്ടുണ്ട്, RBI ആക്ടിലും മാറ്റം വന്നിട്ടുണ്ട്. ഫോർട്ട്നൈറ്റ് എന്ന പദത്തിൻ്റെ ആ ഒരു മീനിങ് തന്നെ മാറി, അല്ലെങ്കിൽ ഡേറ്റ് എടുക്കുന്ന കാൽക്കുലേഷൻ എടുക്കുന്ന ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ്. അതാണ് വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം. ഇറ്റ് ഓൾസോ ചേഞ്ചസ് ദിസ് ഡെഫിനിഷൻ അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വേർ എവിടെ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും റിക്വയർ ചെയ്യണം എന്ത്, ക്യാഷ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്തിരിക്കണം. ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ടെന്യൂർ കാലയളവ്. ഓക്കെ, ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ് ദ ഡയറക്ടർ ഓഫ് എ ബാങ്ക് എക്സെപ്റ്റ് ആരൊഴികെ, ചെയർമാനും ഫുൾ ടൈം ഡയറക്ടറും ഒഴികെ കേട്ടോ, ടു ഹോൾഡ് ഓഫീസ് ഫോർ മോർ ദാൻ 8 years കോൺസിക്യൂട്ടീവ്ലി തുടർച്ചയായിട്ട് എങ്ങനെ മോർ ദാൻ 8 വർഷത്തിൽ കൂടുതൽ പാടില്ല എന്ന് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബില്ല് എന്താ പറഞ്ഞത്? ബില്ല് പറഞ്ഞത് 10 വർഷമാക്കി കേട്ടോ. ദിസ് ബിൽ സീക്സ് ടു ഇൻക്രീസ് ദിസ് പീരിയഡ് ടു 8 വർഷം എന്നുള്ളത് 10 years ആക്കി. ആരുടെ കേസാണ് പറയണത്? കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യണം, കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കേസാണ് പറയണത്. ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് തന്നെ പഠിച്ചിരിക്കണം. നമ്മളൊരു കാര്യം എടുക്കുമ്പം അത് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നതിൽ നിന്നും ഒരു പുതിയ ഒരു അറിവ് വരുമ്പം അത് നമ്മുടെ പണ്ട് പഠിച്ചിരുന്ന ഒരു ഫാക്റ്റിന് ഒരിക്കലും അപകടകാരിയാവരുത്. അപ്പോൾ പഠിക്കുന്നത് തറായിട്ട് പഠിക്കാം. ടെന്യൂർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് പറയണത്. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക് അല്ല, കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല പറയണത്. ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്തിരുന്നു പണ്ട്. എന്താ പ്രൊഹിബിറ്റ് ചെയ്തിരുന്നത്? ദ ഡയറക്ടർ ഓഫ് എ ബാങ്ക് എക്സെപ്റ്റ് ചെയർമാനോ ഫുൾ ടൈം ഡയറക്ടർ ഒഴികെയുള്ളവർക്ക് തുടർച്ചയായിട്ട് എത്ര നാളെ പറ്റുണ്ടായിരുന്നുള്ളൂ? 8 വർഷം പറ്റും. ഇപ്പോൾ അത് 10 വർഷമാക്കി ഉയർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ആരുടെ കേസാണ് ഓർത്ത് വയ്ക്കണം? കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് പ്രൊഹിബിഷൻ ഓൺ കോമൺ ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇവിടെയും പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കേസാണ്. പ്രൊഹിബിഷൻ വന്നു. എന്താ പ്രൊഹിബിഷൻ വന്നത്? കോമൺ ഡയറക്ടേഴ്സിന് പ്രൊഹിബിഷൻ വന്നു. അത് ഏതൊക്കെ കേസിലാണെന്ന് നോക്കാം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. എ ഡയറക്ടർ ഓൺ എ ബാങ്ക്സ് ബോർഡ്, ഒരു ബാങ്കിലെ ബോർഡിലെ ഡയറക്ടർ ടു സെർവ് ഓൺ ദ ബോർഡ് ഓഫ് അനദർ ബാങ്ക്. അതായത് ഇപ്പോൾ ഒരു ബോർഡിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തി അവിടെ ഡയറക്ടർ ബോർഡിലുണ്ട്, പിന്നെ അയാൾ വേറൊരു ബോർഡിലും അതുപോലെ ഡയറക്ടർ ആവാൻ പാടില്ല എന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓൾറെഡി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ്. ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ RBI. പക്ഷേ RBI അപ്പോയിൻറ്റ് ചെയ്ത ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്കത് ബാധകമല്ല. അപ്പോൾ 2 കേസിന് എക്സെപ്ഷൻ വന്നു.
ആർക്കൊക്കെയാണ് ബാധകമല്ലാത്ത? ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡയറക്ടർ മറ്റേ ബാങ്കിലും വർക്ക് ചെയ്യാൻ പാടില്ല, 2 ബാങ്കിൽ ഒരേ സമയം ബോർഡിലിരിക്കാൻ പാടില്ല എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതിപ്പം ചില കേസിലിപ്പോൾ RBI ആണ് അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നതെന്ന് വെക്കാം. ഓക്കെ, അപ്പെക്സ് ലെവലിലൊക്കെ. അപ്പോൾ അവർക്ക് കുഴപ്പമുണ്ടോ? അവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിന് 2 എക്സെപ്ഷൻ ഉണ്ട്. ഒന്ന്, RBI അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 2 ബാങ്കിലിരിക്കാൻ പാടില്ല എന്ന പ്രൊഹിബിഷന് എക്സെപ്ഷൻ ഉണ്ട്. പിന്നുള്ള ഒരു എക്സെപ്ഷനെ കുറിച്ചിട്ടാണ് പറയണത്. ദ ബിൽ എക്സ്റ്റെൻഡ്സ് ദിസ് എക്സെപ്ഷൻ ടു ദ ഡയറക്ടർ ഓഫ് എ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓൾസോ. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ഒരാൾക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ എവിടെയാവാം? സ്റ്റേറ്റിൽ ഇരിക്കാം. ഓക്കെ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ഒരാൾക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലും ഇരിക്കാം. ദിസ് എക്സെപ്ഷൻ വിൽ അപ്ലൈ ഓൺലി ഹീ ഈസ് എലക്റ്റഡ് ടു ദ ബോർഡ് ഓഫ് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ വിച്ച് ഹീ ഈസ് എ മെമ്പർ. അദ്ദേഹം മെമ്പറായിട്ടുള്ളൊരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇരിക്കാം. അയാൾക്ക് എന്ത് ചെയ്യാം? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിലും ഇരിക്കാം എന്നാണ് പറഞ്ഞത് കേട്ടോ. 2 സമയത്തും ഈ ഒരു 2 സമയത്ത് എക്സെപ്ഷൻ ഉണ്ട്. ഒന്ന്, RBI അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് എക്സെപ്റ്റ് ഉണ്ട്. ഇനി എക്സംഷനുള്ള കേസാണ് ഇപ്പോൾ പറഞ്ഞത്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ഉള്ള ആൾക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ അദ്ദേഹം മെമ്പറാണെങ്കിൽ അവിടെയും ഇലക്റ്റഡ് ബോർഡിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു കണക്ഷൻ കിട്ടാനാണ്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലും ഇരിക്കുമ്പം രണ്ടാളും ഒരേ ഇതാണല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് അവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സെപ്ഷൻ പുതിയത് വന്നതാണ്. ഈ ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിലിരിക്കുന്ന ആൾക്ക് സ്റ്റേറ്റിലും, ഹീസ് എ മെമ്പറായിട്ടുള്ള സ്റ്റേറ്റിലും ഇരിക്കാം, സ്റ്റേറ്റിലും സെൻട്രലിലും ഒരുമിച്ചിരിക്കാമെന്ന് വന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി. അപ്പോൾ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് നോക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, substantial interest in a company refers to holding shares of over 5 lakh rupees or 10% of the paid up capital of the company whichever is less. അതാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഇഫ് യു ആർ ഹോൾഡിങ് എ ഷെയർ, ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഷെയർ അല്ലേ. ഷെയർ നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, ആ ഷെയറിൻ്റെ വാല്യൂ ഓവർ 5 lakh റുപ്പീസ്, 5 ലക്ഷത്തിൽ കൂടണം അല്ലേ, മോർ ദാൻ 5 lakh ആയിരിക്കണം. അല്ലെങ്കിൽ കൂടാതെ എന്താണ് 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിച്ച് എവർ ഈസ് ലെസ്. ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ബാങ്കോ കമ്പനിയോ വാട്ടെവർ എന്തായാലും നിങ്ങൾ എടുത്തിട്ടുള്ള എന്ത് ബിസിനസ് ആണെങ്കിലും അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10% മൂല്യം, അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10% ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 5 lakh കൂടുതലായിരിക്കണം, മോർ ദാൻ 5 lakh അല്ലെങ്കിൽ 10% ആ കമ്പനിയുടെ വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, ഇതിലേതാണോ വിച്ച് എവർ ഈസ് ലെസ്, ഇതിലേതാണോ കുറവെന്നുള്ള പോലെ. അതായത് ഇങ്ങനെ ഒരു 5 lakh റുപ്പീസ് ഓവർ നമ്മുടെ കയ്യിലുണ്ട്, ആ കമ്പനിയുടെ ഉണ്ട്, 10% അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഇടയിലുള്ളൊരു തുകയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, കിട്ടിയോ? അതായത് ഒരു കമ്പനിയുടെ ഷെയർ നമ്മുടെ കയ്യിലുണ്ട്, മിനിമം എത്ര വേണം? 5 lakh റുപ്പീസ് വേണം മിനിമം. കൂടുതൽ എത്ര ആവാം? 10% ആവാം. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് 10%, ഇതിൻ്റെ ഒരു ഇടയിലുള്ളൊരു ഭാഗമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മോർ ദാൻ 5 lakh, ലെസ് ദാൻ 10%, അതായിരുന്നു അന്ന് പറഞ്ഞ കേട്ടോ. ലെസ് ദാൻ 10% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, ഇതായിരുന്നു അതിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഇപ്പം അത് ദിസ് മേ ബി ഹെൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹിസ് സ്പൗസ് ഓർ മൈനർ ചൈൽഡ് ഐദർ ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി, ആർക്ക് വേണമെങ്കിലും ഹെൽഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ബിൽ അമെൻഡ് ചെയ്തത് ദിസ് ടു ഇൻക്രീസ്, ഇതിൻ്റെ ത്രഷ് ഹോൾഡ് 2 crore rupees ആക്കി മാറ്റി. എത്ര കോടി? 2 കോടിയാക്കി മാറ്റി കേട്ടോ. ഇപ്പോൾ ഒരു കമ്പനിയുടെ 2 കോടിയിൽ കൂടുതൽ, 2 കോടി മിനിമം ഉണ്ടെങ്കിൽ ഓൺ ചെയ്യണം നമ്മൾ. 2 കോടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
ഓക്കെ. ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഓൾട്ടർ ദ എമൗണ്ട് ത്രൂ എ നോട്ടിഫിക്കേഷൻ. സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് ഈ എമൗണ്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും എന്നും പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ കമ്പനി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ 5 lakh 10% ആയിരുന്നു അന്ന് കേട്ടോ. ഇപ്പം എന്തായി? ഇപ്പോൾ ഒന്ന് മാത്രം പഠിച്ചാൽ മതി. ത്രഷ് ഹോൾഡ് ലിമിറ്റ് 2 crore rupees. ഓക്കെ, 2 crore rupees ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 2 crore rupees അല്ലെങ്കിൽ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് എവർ ഇസ് ലെസ് എന്ന് വേണമെങ്കിൽ പഠിക്കാം. ഇപ്പോൾ 2 crore rupees ആണെന്ന് ഈ ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് 2 crore rupees ആണ്. അപ്പോൾ അതന്നെ പഠിക്കണം കേട്ടോ. ദ ബിൽ അമെൻസ് ദിസ് ടു ഇൻക്രീസ് ദ ത്രഷ് ഹോൾഡ് ലിമിറ്റ് ടു 2 crore rupees. 2 കോടി രൂപയാക്കി മാറ്റി ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നോമിനേഷൻ. നോമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ പറയുന്നതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോമിനേഷൻ തന്നെയാണ്. നോമിനേഷൻ നാച്ചുറലി നമുക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എലൗ ചെയ്യുന്നുണ്ട് അല്ലേ, സിംഗിൾ അല്ലെങ്കിൽ ജോയിൻറ്റ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന്, സിംഗിളിന് മാത്രമല്ല കേട്ടോ, ജോയിൻറ്റ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിനും ടു അപ്പോയിൻ്റ് എ നോമിനി ഫോർ ദെയർ ഡെപ്പോസിറ്റ്. അതറിയാം നമുക്ക്. സച്ച് എ നോമിനി ക്യാൻ ഓൾസോ ബി അപ്പോയിൻറ്റഡ് ഫോർ ഐറ്റംസ് ലെഫ്റ്റ് ഇൻ എ കസ്റ്റഡി ഓഫ് എ ബാങ്ക് ഓർ ഫോർ എ ലോക്കർ ഹയേർഡ് ഫ്രം ബാങ്ക്. ഈ നോമിനിക്കും എന്ത് ചെയ്യാൻ പറ്റും? സാധനം എടുക്കാൻ പോകാൻ പറ്റും, ലോക്കറിലൊക്കെ കേട്ടോ. അപ്പോൾ ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യാനും ലോക്കർ ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ദ നോമിനി ക്യാൻ ആക്സസ് ദ ഡെപ്പോസിറ്റ് ആർട്ടിക്കിൾസ് ഓർ ലോക്കർ. അപ്പോൾ ഓൺലി, അതായത് ആദ്യം നമുക്ക് നോമിനിയുടെ നമ്മൾ ലോക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സക്സസീവ് നോമിനേഷൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സക്സസീവ് നോമിനേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. ഫോർ ഡെപ്പോസിറ്റ്സ് സച്ച് നോമിനീസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ഐദർ. 2 തരത്തിലുള്ള നോമിനേഷനാണ് ഇപ്പം പറയുന്നത് കേട്ടോ. സക്സസീവ് നോമിനേഷനും ഉണ്ട്, സൈമൾട്ടേനിയസ് നോമിനേഷനും ഉണ്ട്. എന്തൊക്കെയാണ് നോമിനേഷൻ? സക്സസീവ് നോമിനേഷനും ഉണ്ട്, സൈമൾട്ടേനിയസ് നോമിനേഷൻ. അപ്പോൾ സക്സസീവ് നോമിനീസും ആവാം, സൈമൾട്ടേനിയസ് നോമിനീസും ആവാം എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് ഈ സക്സസീവ് നോമിനേഷൻ അല്ലെങ്കിൽ സക്സസീവ് നോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൊറോണയുടെ ഒരു സമയത്താണ് ഒരു കുടുംബം ഒരുമിച്ച് മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതുപോലെ വല്ല ഇപ്പോൾ ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ട്. ഭർത്താവിൻ്റെ നോമിനി ഭാര്യ ആയിരിക്കണം, ഭാര്യയുടെ നോമിനി ഭർത്താവായിരിക്കണം, വാട്ടെവർ എന്തും ആവാം. പക്ഷേ 2 പേരും ഒരുമിച്ച് മരണപ്പെടുകയാണ്. സോ ആ ഒരു സമയത്ത് ബാങ്കിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തലവേദനയാണ് ബാങ്കിനെ സംബന്ധിച്ച്. മറ്റത് ഒരാളുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ കോമൺ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടത്തോടെ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ പ്രളയം പോലത്തെ സംഭവങ്ങൾ, മണ്ണിടിച്ചിൽ വന്നു. അപ്പോൾ അങ്ങനെ കുറേ ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ, അതുപോലെ ഈ രോഗങ്ങളൊക്കെ ആവുമ്പം, അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഈ ഒരു നോമിനീനെയാണ് ആകെ നാച്ചുറലി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം പോസിബിൾ അല്ലാത്ത കേസസ് വരുമ്പോഴാണ് അവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെപ്പോസിറ്റ് സച്ച് നോമിനീസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ഐദർ സക്സസീവ് നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4 ആളെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 4 ആളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ആൾ വരെ ആവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 ആൾ ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആളെ വെക്കാം. ഈ 4 ആളെ 1 2 3 4 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുക ചെയ്യാം. ആദ്യം ഒരാൾ, രണ്ടാമതൊരാൾ, മൂന്നാമതൊരാൾ, നാലാമത്. അപ്പോൾ ആദ്യം ഭാര്യയെ വെച്ചു, പിന്നെ മക്കളെ വെച്ചു, പിന്നെ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ അമ്മയോ ആരെ വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ആദ്യം അമ്മയെ വെച്ചു, പിന്നെ ഭാര്യയെ വെച്ചു, അങ്ങനെ വെക്കാം. അപ്പോൾ അതാണ് സക്സസീവിനോ വെച്ചാൽ ഒന്നാമത്തെ ആൾ ഇയാൾ മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് കൊടുക്കാം, ഇനി രണ്ടാമത്തെ ആൾക്ക് കൊടുക്കാം, ഇനി അയാളില്ല വെച്ചാൽ അടുത്ത ആൾക്ക് കൊടുക്കാം, അയാളും ഇല്ല വെച്ചാൽ അടുത്ത ആൾക്ക് കൊടുക്കാം. അങ്ങനെ അതാണ് പറയണത് കേട്ടോ. 4 നോമിനീസ് പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെപ്പോസിറ്റ് സച്ച് നോമിനീസ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ഐദർ സക്സസീവ് നോമിനേഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് ഒന്ന്. ഇനി എന്താണ് സൈമൾട്ടേനിയസ് നോമിനീസ് എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒരു സൈമൾട്ടേനിയസ് നോമിനേഷനാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഈ 4 പേരുടെ പേരും കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ 4 പേരുടെ പേരും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ 4 പേർക്ക് റേഷ്യോസ് വെക്കാം എന്നാണ് പറഞ്ഞത്. നോമിനേഷൻ വിൽ ബി എഫക്റ്റീവ്ലി ഇൻ എ ഡിക്ലെയർഡ് പ്രൊപ്പോർഷൻ. അവിടെ ഒരു റേഷ്യോ വെക്കാം. ഇപ്പോൾ ഒരു 20% ഈ കിടക്കുന്ന എമൗണ്ടിന് ആദ്യത്തെ ആൾക്ക് 10%, രണ്ടാമത്തെ ആൾക്ക്
8%, അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്ക് 20%, രണ്ടാമത്തെ ആൾക്ക് 10%, മൂന്നാമത്തെ ആൾക്ക് 8%, അതുകഴിഞ്ഞ് നാലാമത്തെ ആൾക്ക് 5%. ഈ ശതമാനം അക്കൗണ്ട് ഹോൾഡറിന് തീരുമാനിച്ച് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ അടിയില്ല. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. സൈമൾട്ടേനിയസ് നോമിനീസ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. സക്സസീവ് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 4 ആൾ വെക്കുക, 4 ആൾ ഒരാളിൽ, അവിടെ 4 ആൾക്കും കൂടി അവകാശം ഉണ്ട് എന്നല്ല, അവകാശമുണ്ട്, പക്ഷെ മറ്റാൾ ജീവിച്ചിരിപ്പേ താഴെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്കത് വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്തു ചെയ്യാം, താഴെയുള്ള ഓപ്ഷൻസിലേക്ക് കടക്കാനുള്ള ഒരു അധികാരം ബാങ്കിനുണ്ട്. ഓക്കെ, ബാങ്കിന് ആർക്ക് കൊടുക്കണം എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട്. അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സൈമൾട്ടേനിയസ് നോമിനീസ് ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഇന്ന ആൾക്ക് കൊടുക്കാമെന്ന് ഓൾറെഡി ആർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? അക്കൗണ്ട് ഹോൾഡർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഇത്രയും കൂടി ഈസിയാണ്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ല, അതിനനുസരിച്ചിട്ട് പ്രപ്പോർഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ സക്സസീവ് നോമിനേഷനും സൈമൾട്ടേനിയസ് നോമിനേഷനും കേട്ടോ. ഫോർ സക്സസീവ് നോമിനേഷൻ ദ നോമിനി ഹു ഹാസ് ബീൻ നെയിംഡ് ഹയർ ഇൻ ദ ഓർഡർ ഓഫ് നോമിനേഷൻ വിൽ റിസീവ് പ്രയോറിറ്റി. സക്സസീവ് എന്ന് വെച്ചാൽ ആദ്യം കൊടുത്തിട്ടുള്ള ഹയറിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ആൾക്കാണ് പ്രയോറിറ്റി കൂടുതലുണ്ടാവുക. ഓക്കെ, പക്ഷെ ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കണം. എന്നാൽ ലോക്കറിൻ്റെ കേസിൽ ഓൺലി സക്സസീവ് നോമിനേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് കേട്ടോ. ആർട്ടിക്കിൾസും ഡെപ്പോസിറ്റിലുള്ള ആർട്ടിക്കിൾസ്, ലോക്കർ, ആ ഒരു കേസിലൊക്കെ എന്ത് ചെയ്യാം, ഓൺലി സക്സസീവ് നോമിനേഷനാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് ദ പേഴ്സൺ ഹു നോമിനേറ്റഡ് ഹിം, ദ ബിൽ അലൗസ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് അപ് ടു 4 നോമിനീസിനെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നോമിനീസിനാണ് വെക്കുക? 4 നോമിനീസിനാണ് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക, 4 നോമിനീസിൻ്റെ കാര്യം നോട്ട് ചെയ്യുക. എന്നാൽ ഈ ഒരു ലോക്കറിന് എങ്ങനെയാണ്, സക്സസീവ് നോമിനേഷൻ മാത്രമേ പറ്റുള്ളൂ. സക്സസീവ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ നോമിനേഷൻ. ഇനി ഡെപ്പോസിറ്റ്സിനാണെങ്കിലോ, ഡെപ്പോസിറ്റ്സിന് 2 ടൈപ്പ് പറ്റും, സക്സസീവും പറ്റും, സൈമൾട്ടേനിയസും പറ്റും കേട്ടോ. സൈമൾട്ടേനിയസിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഡിക്ലെയർഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഈ പ്രൊപ്പോർഷൻ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ട് ഹോൾഡർ തന്നെയാണ് കേട്ടോ. ഓക്കെ, സക്സസീവ് നോമിനേഷനിൽ പ്രയോറിറ്റി ആർക്കാണ്? ആരാണോ ഹയർ ഇൻ ദ ഓർഡർ അവർക്കാണ് വിൽ റിസീവ് പ്രയോറിറ്റി. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഈ 4 നോമിനീസാണ് ഇവർക്കെല്ലാം ഉള്ളത്. ലോക്കർ ആയിക്കോട്ടെ, FD ആയിക്കോട്ടെ, ഡെപ്പോസിറ്റ്സ് ആയിക്കോട്ടെ, ഡെപ്പോസിറ്റ്സ് എല്ലാം FD പോലെ എല്ലാ ഡെപ്പോസിറ്റ്സിനും 4 നോമിനിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി അടുത്ത ഈ സെറ്റിൽമെൻറ്റ് ഓഫ് അൺക്ലെയിംഡ് എമൗണ്ട്സ്, അതും ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തോളൂ. സെറ്റിൽമെൻറ്റ് ഓഫ് അൺക്ലെയിംഡ് എമൗണ്ട്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൽ, അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട്സ് 1970-ലും 1980-ലും 2 സമയമാണല്ലോ. നമ്മുടെ 70-ക്ക് മുന്നേ എന്ത് വന്നു? എന്താ വന്നത്? നമ്മുടെ ഫസ്റ്റ് നാഷണലൈസേഷൻ വന്നില്ലേ, ആ സമയത്തും പിന്നെ 80-ലും നാഷണലൈസ് ചെയ്തിട്ടുണ്ട് ബാങ്കുകളെ. ആ സമയത്തെ ആക്റ്റാണ് പറയുന്നത്. പ്രൊവൈഡ് ഫോർ ട്രാൻസ്ഫറിങ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഡിവിഡൻഡ്. ആ സമയത്തൊക്കെ ഉള്ളത് തന്നെയാണ് ഈ അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഡിവിഡൻഡ് ടു ആൻ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രൊവിഷനുണ്ട്. ഈ ആക്റ്റിലുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റിലുണ്ട്, പിന്നെ അതുപോലെ 1970 ആക്റ്റിലുണ്ടായിരുന്നു, 80 ആക്റ്റിലുണ്ടായിരുന്നു. ഓക്കെ, എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നു അൺപെയ്ഡ് ആയിട്ടുള്ള അൺക്ലെയിംഡ് ഡിവിഡൻഡ് ടു ആൻ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇഫ് ദ മണി ഇൻ ദ അക്കൗണ്ട് റിമൈൻസ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഫോർ 7 years, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് IEPF എന്ന് പറയുന്നത്. മാനേജ്ഡ് ബൈ സെബി മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ സെബി മാത്രമല്ല കേട്ടോ, സെബി മാത്രമല്ല അതിൽ ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. സെബി മാനേജ് ചെയ്യുന്നുണ്ട്, സെബിക്ക് അവിടെ ചെറിയ റോളുണ്ട്, അതാണ് പറഞ്ഞത് കേട്ടോ. സെബിക്ക് അവിടെ ചെറിയ റോളുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് സെബി ആണോ ചോദിച്ചാൽ പൂർണ്ണമായിട്ട് സെബി അല്ലാതാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. മാനേജ്ഡ് ഇപ്പോൾ സെബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും സെബിയുടെ റോൾ എന്താണെന്ന് നമ്മൾ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ അൺക്ലെയിംഡ് എമൗണ്ട്സ് എന്ന് വെച്ചപ്പോൾ എന്താ, ഇപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമുക്ക് ഷെയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടുമല്ലോ. ഈ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, നമ്മളത് വാങ്ങിക്കുന്നുമില്ല. അപ്പോൾ അത്
ക്ലെയിം ചെയ്യാത്തിടത്തോളം കാലം അതെന്താണ്, അൺക്ലെയിംഡ് ഡിവിഡൻ്റാണ്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്നില്ല എന്നുള്ള വാക്കാണ് അവിടെ പെർഫെക്റ്റ്. സോ അതിനെ വിളിക്കുന്ന പേരാണ് അൺപെയ്ഡ് ഡിവിഡൻറ്റ് അല്ലെങ്കിൽ അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്. ആ ഒരു കാറ്റഗറിയുള്ള ഡിവിഡൻറ്റിനെ എന്തു ചെയ്യും, ഒരു അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എപ്പോൾ, ഏത് സമയത്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇഫ് മണി ഇൻ ദ അക്കൗണ്ട് റിമൈൻസ് ഫോർ 7 years, 7 വർഷം എന്താണ്, അൺക്ലെയിം ചെയ്യാതെ കിടക്കുക, ക്ലെയിം ഒന്നും വരാതെ കിടക്കുകയാണ്. 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എവിടേക്ക് മാറ്റും, അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, അങ്ങനെ അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി ഇത് നേരെ പോവുക എവിടേക്കാണ്, IEPFക്കാണ് പോവുക കേട്ടോ. IEPF എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്കാണ് മാറ്റുക. ഓക്കെ, മനസ്സിലായോ? അതാണ് ഈ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ 7 വർഷത്തിൻ്റെ ഒരു കാലയളവ് നമ്മൾ പഠിക്കണം കേട്ടോ. ഈ ഒരു അൺപെയ്ഡ് ഡിവിഡൻറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന പണം 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ എവിടേക്ക് പോവും, IEPFലേക്ക് മാറും. ഇനി അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ IEPFനെ സെറ്റപ്പ് ചെയ്ത അതോറിറ്റി ആരാണ്? IEPFന് ഒരു അതോറിറ്റി തന്നെയുണ്ട് കേട്ടോ, IEPFA എന്നാണ് അറിയപ്പെടുക. അതിൻ്റെ അതോറിറ്റി സെറ്റപ്പ് ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഇത് സെറ്റപ്പ് ചെയ്തത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. എന്നാൽ സെറ്റപ്പ് ചെയ്തത് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 വന്ന പുതിയൊരു പ്രൊവിഷനാണ് എന്ത്, IEPF എന്ന് പറഞ്ഞത്. ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു പേരോട് കൂടി ആയിരുന്നില്ല കേട്ടോ. ഈ ഒരു സംഭവത്തിൽ വന്നത് ഈ ഒരു 2000 കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ വന്നത് 2013. അതിൻ്റെ സെക്ഷൻ കൂടി ഓർത്ത് വയ്ക്കണം, 125 കേട്ടോ. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 125 ഈ IEPFനെ കുറിച്ച് പറയണത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോളൂ. അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഈ IEPFA അതായത് അതോറിറ്റിയാണ് കേട്ടോ. IEPFA എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതോറിറ്റിയാണ്. വാസ് സെറ്റപ്പ് ചെയ്തത് 7th September 2016. ഇപ്പോൾ 2016 എന്തെങ്കിലും പഠിച്ചു വയ്ക്കുക. 7 September 2016 ഏത് ആക്ട് പ്രകാരം, 2013 കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 125 വരുന്നത് കേട്ടോ. എങ്ങനെ, 125 വരുന്നത്. അവരാണത് സ്റ്റാർട്ട് ചെയ്തത്, സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, സെറ്റപ്പ് ചെയ്തത് ഗവൺമെൻറ് ആണ് കേട്ടോ. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 125 ആണ്. 7th September 2016 ഈ ഒരു സംഭവം IEPFA തുടങ്ങിയത്, അതോറിറ്റി തുടങ്ങിയത് കേട്ടോ. ഇനി ഇതിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഗവേണൻസ് ആൻഡ് ഓവർസൈറ്റ് നോക്കാം. അതായത് IEPFയിൽ ആരൊക്കെയുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, പിന്നെ 7 അതർ മെമ്പേഴ്സ് ഉണ്ട്. ഇവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഈ അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് IEPF ഫണ്ട് വിച്ച് ആർ ഓഡിറ്റഡ് ബൈ ആരാണ്? CAG തന്നെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ആനുവൽ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്നത് ആക്ടിവിറ്റീസ് ആൻഡ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഒക്കെ ഗവൺമെൻറ്റിന് തന്നെ, സെൻട്രൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയും അവർ ബോത്ത് ഹൗസസ്, പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും, ലോക്സഭയിലും രാജ്യസഭയിലും ഇത് വെക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നു, CAG ഓഡിറ്റ് ചെയ്യുന്നു, പിന്നെ അത് ലേ ഡൗൺ ചെയ്യുന്നത് എവിടേക്കാണ്? ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെൻ്റ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു സെബിയുടെ റോൾ എന്താണ്. സെബിയുടെ റോൾ എന്താണ്? റിപ്പോർട്ടിംഗ് അൺക്ലെയിംഡ് ഷെയർസ് ആൻഡ് ഡിവിഡൻസ്. അതാണ് സെബിയുടെ റോൾ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ അവർ മാനേജ് ചെയ്യുന്നത് സെബിയാണെന്ന്. സെബിയുടെ പണി എന്താ വെച്ചാൽ ഇങ്ങനെ അൺക്ലെയിംഡ് ആയിട്ടുള്ള ഷെയർസും ഡിവിഡൻസും കിടക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതായത് IEPFAക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? സെബിയുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് അത് മാനേജ് ചെയ്യുന്നു സെബി എന്ന് പറയണത് കേട്ടോ. ലിസ്റ്റഡ് കമ്പനീസ് റെഗുലേറ്റഡ് ബൈ സെബി മസ്റ്റ് ട്രാൻസ്ഫർ. അവരാണ് അൺക്ലെയിംഡ് ഡിവിഡൻസ് ആൻഡ് ഷെയർസ് ആഫ്റ്റർ 7 years ഓഫ് ഇനാക്ടിവിറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ റിപ്പോർട്ട് വരിക. കാരണം ഈ ഷെയർസും ഡിവിഡൻസും ഒക്കെ നോക്കുന്നത് സെബി ആണല്ലോ. അപ്പോൾ സെബിക്ക് അറിയാൻ പറ്റും
എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞ് കിടക്കുന്നു എന്ന് ടു ദ IEPF. അപ്പോൾ അവർ നേരെ എന്ത് ചെയ്യും, IEPFക്ക് മാറ്റുകയാണ് ചെയ്യുക. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ആൻഡ് സെബി ലിസ്റ്റിംഗ് ഓബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് സെബിയുടെ റോള് കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ആരാണിത് ശരിക്കും സെറ്റപ്പ് ചെയ്തത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ ഈ ഒരു സെബിയുടെ റോള് റിപ്പോർട്ടിംഗ് അൺക്ലെയിംഡ് ഷെയർസ് ആൻഡ് ഡിവിഡൻസ് ആരാണ് ചെയ്യുന്നത് വെച്ചാൽ സെബിയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ പ്രധാന മാറ്റം പഠിക്കണം. എന്ത് മാറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വന്ന അമെൻമെൻറ്റ് ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ ഈ ബില്ലിൽ വന്ന മാറ്റം ഇതാണ്: വൈഡൻസ് ദ ആംബിറ്റ് ഓഫ് ദ ഫണ്ട്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ IEPF. ദീസ് ഇൻക്ലൂഡ് ഷെയർസ് ഫോർ വിച്ച് ഡിവിഡൻഡ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ക്ലെയിംഡ് ഫോർ 7 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. 7 തുടർച്ചയായ വർഷം എന്ത് ചെയ്യില്ല, ക്ലെയിം ഒന്നും വന്നില്ല. അങ്ങനത്തെ തുകയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഷെയർസും എവിടേക്ക് പോവും, അതും അതിൻ്റെ ബന്ധപ്പെട്ട് ഡിവിഡൻറ്റും എവിടേക്കാണ് പോവുക, ഷെയറിൻ്റെ വാല്യൂയും പോകും കേട്ടോ. ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ ഷെയർ ആണെങ്കിൽ ആ 2 ലക്ഷം രൂപയും എവിടേക്ക് പോവുകയാണ്, ആ ഷെയറിൻ്റെ വാല്യൂയും അതിൻ്റെ ഡിവിഡൻറ്റും ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, IEPFലേക്ക് പോവുക. ഇനി ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിഡംഷൻ എമൗണ്ട് ഫോർ ബോണ്ട്സ് വിച്ച് ഈസ് അൺപെയ്ഡ് അല്ലെങ്കിൽ അൺക്ലെയിംഡ് ആയിട്ടുള്ള 7 years ആയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, റിഡംഷൻ എമൗണ്ട് ഉണ്ടോ ബോണ്ടുകളുടെ, അതൊക്കെ പോവും. പക്ഷേ ഇനിയിപ്പോൾ ഇത് ആൾക്കാർക്ക് കിട്ടില്ല എന്നുണ്ടോ, അങ്ങനെയൊന്നുമില്ല. എനി പേഴ്സൺ ഹൂസ് ഷെയർസ് ഓർ അൺപെയ്ഡ് മണി ഈസ് ട്രാൻസ്ഫേർഡ് ടു IEPF ക്യാൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ഓർ റീഫണ്ട് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ പേഴ്സൺസിന് ഓർമ്മ വരികയാണ്. അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് മാറി നിന്നു, തിരിച്ചു വന്നു 7 വർഷം കഴിഞ്ഞിട്ട്, തീർച്ചയായിട്ടും അയാൾക്ക് അതിന് ഒഫീഷ്യൽ സൈറ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൂടി നമുക്ക് അത് സെബിയിൽ അറിയിക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ അറിയിക്കാം. റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫണ്ട് വരുമ്പോൾ അത് തിരിച്ച് IEPFക്ക് വിടുന്ന പണിയാണ് ആരുടെ, സെബിയുടെ കേട്ടോ. അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതാണ് അൺക്ലെയിംഡ് എമൗണ്ട്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. പിന്നെ ഈ 7th September 2016 സെക്ഷൻ 125 ഓർക്കണം. കമ്പനീസ് ആക്ട് 2013 വന്നൊരു അഡീഷൻ ആണെന്ന് ആലോചിക്കണം. ഗവേണൻസ് ഓവർസൈറ്റ് ആലോചിക്കുക. സെബിയുടെ റോള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അറ്റ് പ്രസൻറ്റ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ ഓഡിറ്റേഴ്സ് ഓഫ് ബാങ്ക്സ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്, RBI വിത്ത് ആരെയായിട്ട് കൺസൾട്ട് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ്റിനെയായിട്ട് കൺസൾട്ട് ചെയ്ത് RBI ആണ് ഇതുവരെ ഓഡിറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല കേട്ടോ. ദിസ് ബിൽ എംപവേഴ്സ് ബാങ്ക്സ് ടു ഡിസൈഡ് ദ റെമ്യൂണറേഷൻ ഓഫ് ദെയർ ഓഡിറ്റേഴ്സ്. ബാങ്ക്സിന് തന്നെ എന്ത് ചെയ്യാണ്, റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യാനുള്ള പവർ കൊടുക്കുകയാണ്, എംപവർ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. 10 ക്വസ്റ്റ്യന് അത് കണ്ട കുട്ടികൾക്ക് അറിയാം. ഈ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു കേട്ടോ. കുട്ടികൾ ഡീറ്റെയിലായിട്ട് ഇത്തിരിയും കൂടി വൈഡായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് പണ്ട് തീരുമാനിച്ചിരുന്നത് ആരാണ്, RBI ആണ് കേട്ടോ. RBI ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇപ്പോൾ ഈ ബില്ല് വന്നപ്പോൾ ആർക്ക് തന്നെ തീരുമാനമായി, റെമ്യൂണറേഷൻ ഓഫ് ദെയർ ഓഡിറ്റേഴ്സ് ഫിക്സ് ചെയ്യേണ്ടത് ഇനി മുതൽ ആരാണ്, ബാങ്കുകൾ തന്നെയാണ്. റെസ്പെക്റ്റീവ് ബാങ്ക്സ് ടു ഡിസൈഡ് ദ റെമ്യൂണറേഷൻ ഓഫ് ദെയർ ഓഡിറ്റേഴ്സ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഒന്ന് നമ്മുടെ IEPFനെ നന്നായി ആലോചിക്കുക. പിന്നെ നമ്മുടെ ഡെപ്പോസിറ്റിൻ്റെ നോമിനീസിൻ്റെ കാര്യം, ആ 2 ടൈപ്പ് നോമിനീസ്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ കാര്യം. പറഞ്ഞ എല്ലാ കാര്യവും വിലപ്പെട്ടത് തന്നെയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് തോന്നുന്നത് പറഞ്ഞു എന്ന് മാത്രമായി. അത് അക്കൗണ്ടിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു സബ്ജക്റ്റായിട്ട് കാണാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കാം കേട്ടോ. താങ്ക് യു.